നന്ദിനിയായിരിക്കും. ഉണരാൻ വൈകിയോ? ശരിയാ, ഉണരാൻ അല്പം വൈകി. ഇന്നലെ താമസിച്ചാ കിടന്നത്. വിളിച്ചു പോവണ്ട, ചെറിയ വായല്ലേ ഉള്ളൂ. ആ, മനുഷ്യർക്ക് അനുസരണാശീലമില്ല, പിന്നല്ലേ മിണ്ടാപ്രാണികൾക്ക്. രേഷ്മേ, രേഷ്മേ. എന്താ ടീച്ചർ അമ്മൂമ്മേ? സ്കൂളിൽ പോകുമ്പോ ഇതുവഴി ഒന്ന് വരണം. ശരി. ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യാനുണ്ട്. വരാം അമ്മൂമ്മേ. ഞാൻ ഇപ്പൊ വരാം. ആ, വാ നമുക്ക് നടക്കാം. ടീച്ചർ അമ്മൂമ്മേ, ടീച്ചർ അമ്മൂമ്മേ. ആ, വരുന്നു പോളെ. ആ, പോയിട്ട് വാ.
നോക്കി ക്രോസ് ചെയ്യേ. രണ്ട് സൈഡിലും വണ്ടിയൊന്നും ഇല്ല. എന്നാലും ശ്രദ്ധിക്കണം. ടീച്ചറമ്മ ആർക്കാ എഴുതുന്നത്? ടീച്ചറമ്മ ഒരൊറ്റ ആക്കി എഴുത്തയക്കാറുള്ളൂ, വിഷ്ണു അങ്കിളിന്. ഓ, അമേരിക്കൻ അങ്കിളിന്. അമേരിക്കയിൽ നിന്ന് അങ്കിൾ ഉടനെ എത്തുമോ? അല്ല, തീറ്റ വല്ലതും തരപ്പെടുമെന്ന് അറിയാൻ വേണ്ടിയാണ്. എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം വൈകുന്നേരം വന്നിട്ടാവാം. നീ വേഗം ക്ലാസ്സിൽ പോകാൻ നോക്ക്. മാധവൻ വീട്ടിലുള്ളതല്ലേ, അവൻ ഉച്ചയ്ക്കുള്ളതും കൂടി എടുത്തോ. ഞാൻ വൈകുന്നേരം വരാം. പോയിട്ട് വരട്ടെ അമ്മേ. പോയിട്ടോ നമ്മളെ. രാവിലെ തണുപ്പത്തുനിന്ന് എണീക്കുന്ന കാര്യം വലിയ കഷ്ട. എന്താ തണുപ്പ്? ഫസ്റ്റ് പീരീഡ് കണക്കാ. ഇരുന്ന് ഉറക്കം തോന്നുന്നു. വരച്ച് വരച്ച് കൈ വേദന എടുക്കും. നിന്റെ ഒരു കണക്ക് വേഗം വാ. ആ, വരൂ വരൂ. ആ, എല്ലാരും ഉണ്ടല്ലോ. ഇരിക്കെ. അപ്പോ ഇന്നത്തെ സായാഹ്ന സമ്മേളനം കഴിഞ്ഞു. ഇന്ന് എന്തായിരുന്നു പരിപാടി? ഇന്ന് വായനാ ദിനമായിരുന്നു. എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയിലെ ഒരു ഭാഗം വായിച്ചു. ഏത് ഭാഗം വായിച്ചത്? വീണ്ടും ഇലഞ്ഞിപ്പൊയിലിൽ എന്ന ഭാഗമാണ് വായിച്ചത്. ഞാനും ഒരു ദേശത്തിന്റെ കഥ വായിച്ചിട്ടുണ്ട്. അപ്പവും നാരായണനും ഒക്കെ ഇപ്പോഴും എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. പിന്നെ സ്വാതന്ത്ര്യദിനാഘോഷത്തെ കുറിച്ചും ചർച്ച ചെയ്തു. എങ്ങനെ ആഘോഷിക്കാനാണ് പരിപാടി? ആദ്യം ഉദ്ഘാടന സമ്മേളനം, അത് കഴിഞ്ഞ് വാനര സംഘത്തിന്റെ തന്നെ പരിപാടികൾ. ഇത്തവണ ഉദ്ഘാടനത്തിന് അമ്മൂമ്മ മതിയെന്നാ തീരുമാനിച്ചിരിക്കുന്നത്. ഓ, അത് വേണ്ട കുട്ടികളെ. ആ നാരായണ നാരോ മറ്റോ വിളിച്ചാ മതി. അയ്യേ, ആ ചുമ്മാ സേനാനിയെയോ? സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നാരായണ മാമന് 5 വയസ്സുള്ളതെന്നാണ് ആ പട്ടാള മണിയെണ്ണ പറഞ്ഞത്. ടീച്ചറമ്മയുടെ പ്രായമല്ലേ വരൂ നാരായണ മാമന്? മണിയൻ പറയുന്ന ഒന്നും കാര്യാക്കണ്ട, അവനെല്ലാം തമാശയല്ലേ. ഏതായാലും ഇത്തവണ ഉദ്ഘാടനത്തിന് ടീച്ചറമ്മ മതി. മതി മതി, ബഹളമൊന്നും വേണ്ട, ഞാൻ വരാം. ആ, നേരം ഇരുട്ടി, എല്ലാരും വീട്ടിലേക്ക് പറ്റുള്ളൂ. പിന്നെ എപ്പോഴും പഠിത്തത്തിലാവണം ശ്രദ്ധ. വേഗം നടക്ക്, എനിക്ക് വിളക്ക് കത്തിക്കാനുള്ളതാ. ശരിയായിരിക്കും. നമസ്തേ. നമസ്തേ സർ. നമസ്തേ. വരൂ സാർ. വരൂ, എല്ലാരും വരൂ. മോള് വരൂ. വരണ സാർ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. വരണ സാർ. ഇരിക്കുന്നു സാർ. സ്വാഗതം പറയുന്നതിനായി രേഷ്മയെ ക്ഷണിക്കുന്നു. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള വിശിഷ്ടാതിഥി ശ്രീ മോഹൻദാസ് പിള്ള സാറിനും ടീച്ചർ അമ്മൂമ്മയ്ക്കും അച്ഛനമ്മമാർക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ മോഹൻദാസ് പിള്ള സാർ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാ വർഷവും നമ്മുടെ ഈ കുട്ടികൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ട്. ഒരു തരത്തിലും മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെയാണ് ഈ കുട്ടികൾ അവരുടെ കഴിവിനൊത്ത രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. എപ്പോഴും ഇവർക്ക് ലഭിച്ചു വരുന്ന നാട്ടുകാരുടെ പ്രോത്സാഹനമാണ് ഇവരുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെയും വിജയത്തിന് കാരണം. നമ്മുടെ വിശിഷ്ട അതിഥിയും കഴിഞ്ഞ വർഷത്തെ അധ്യാപക അവാർഡ് ജേതാവും സാഹിത്യകാരനുമായ ശ്രീ മോഹൻദാസും പിള്ള സാർ ഇവിടെ എത്തിച്ചേർന്നതോടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി ഗംഭീരമാവുകയാണ്.
സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ മോഹൻദാസും പിള്ള സാറിനെ എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാറിനെ ക്ഷണിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇദ്ദേഹത്തിന്റെ ചെറുമകനും ഇവിടെ വന്നിട്ടുണ്ട്. മാർഗി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ചെണ്ട അഭ്യസിക്കുന്ന വളർന്നു വരുന്ന ഈ കൊച്ചു കലാകാരൻ അല്പസമയം തായമ്പക കൊട്ടാമെന്ന് ഏറ്റിട്ടുണ്ട്. ഈ കൊച്ചു കലാകാരൻ പ്രശസ്തിനും സ്വാഗതം പറയുന്നു. പറഞ്ഞു സാർ. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, കൊച്ചുമക്കളെ, ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. ഇവിടുത്തെ കുട്ടികളുടെ പ്രവർത്തനത്തിൽ എനിക്ക് അഭിമാനം തോന്നുകയാണ്. നാളത്തെ വാഗ്ദാനങ്ങളായ ഈ ചുണക്കുട്ടന്മാരുടെ നന്മയെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ, തെറ്റിനെതിരെ ശരിക്കു വേണ്ടിയുള്ള ഇവരുടെ പോരാട്ടങ്ങൾ എല്ലാം സ്തുത്യർഹമാണ്. ഇവിടെ തലപൊക്കിയിരിക്കുന്ന ദുഷ്ടശക്തികളുടെ പ്രവർത്തനം കണ്ടെത്തി അവയെ മുളയിലെന്നുള്ളണം. ഇക്കാര്യത്തിൽ ഈ കൊച്ചുകുട്ടികൾ വഹിക്കാനുള്ള പങ്ക് വളരെ വലുതാണ്. എല്ലാ കുട്ടികൾക്കും മാതൃകയായി പ്രവർത്തിച്ചു വരുന്ന ഇവിടുത്തെ കൊച്ചനിയന്മാർക്കും അനിയത്തിമാർക്കും ഇനിയും നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആഘോഷ പരിപാടികൾ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി പ്രശസ്തിന്റെ തായമ്പക. എന്റെ കൊച്ചുമകളുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം. ഈ ഗ്രാമത്തിന്റെ നന്മ നിറഞ്ഞ കൂട്ടുകാരെ കാണാനും മലയാളം പഠിക്കാനും അവൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണം. മന്ദാകിനിക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. എന്നാലും എന്റെ മോൻ വിഷ്ണു നാരായണൻ സമ്മതിക്കാതിരിക്കില്ല. അതും സ്ഥാനം തെറ്റിയിട്ടില്ല. ഇന്നലത്തെ അതേ സ്ഥാനത്ത് തന്നെയാണല്ലോ ഇന്നും ഇരിപ്പ്. പിന്നെ വിളിച്ച് ബഹളം വെക്കണ്ട. നന്ദിനിക്ക് കൈയൊഴിഞ്ഞ ഉടനെ പങ്കുകൊണ്ട് തരും. നന്ദിനി, കൂട്ടുകാരന്റെ വിളി കേട്ടില്ലേ? കൊണ്ടുവരണോ? ഇപ്പം വരും. എല്ലാവർക്കും തിരക്കല്ലേ, ഇവറ്റകൾക്കും തിരക്ക് കാണും. എന്തൊരു ആർത്തി! ഓസരം ഇട്ടുന്നല്ലേ? കഴിച്ചോ. നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ നന്ദിനി എല്ലാ ദിവസവും ഇവറ്റകൾ ഇവിടെ പങ്കുപറ്റാൻ വരുന്നത്. സ്നേഹം എന്തെങ്കിലും ഉണങ്ങാൻ കൊണ്ടിട്ട് അപ്പ കാണാം. എന്തൊരു വേഗത്തിലാ കൊത്തിക്കൊണ്ടുപോകുന്നേ. ഈ മിണ്ടാ പ്രാണികളോട് നീ ഗുസ്തിക്കൊന്നും നിൽക്കണ്ട. എന്തെങ്കിലും റെഡിയാക്കി വെച്ചിട്ട് ക്ലാസ്സിൽ പോകാൻ നോക്ക്. എങ്ങോട്ടാ ടീച്ചറെ? സ്കൂൾ വരെ ഒന്ന് പോണം. ഇവൻ
നമ്മുടെ രാജപ്പന്റെ മോനല്ലേ? അതെ. കരുണാകരനെ ഈ വഴിയൊന്നും കാണാനില്ലല്ലോ. ഞാനിപ്പോ പുതിയൊരു സംരംഭവുമായി ശിവകാശിയിലാണ്. അവിടെ ബിസിനസ് വല്ലതും തുടങ്ങിയോ? വലുതായിട്ടൊന്നുമല്ല, എങ്കിലും ബിസിനസ് ആണെന്ന് തന്നെ പറയാം. വർക്കുകൾ ഓർഡർ പിടിച്ച് ശിവകാശിയിൽ കൊണ്ടുപോയി പ്രിന്റ് ചെയ്ത് കൊണ്ടുവരും. മെനക്കേട് കൂലി കിട്ടും. നന്നായി, വെറുതെ നിൽക്കണ്ടല്ലോ. ചൂട് തുടങ്ങി. ഞാൻ സ്കൂളിലോട്ട് കയറിയിട്ട് ശരി ടീച്ചർ. വാ. മാഷ് കാണൂ മോനെ. കാണും. ഉം. ടീച്ചർ ഈ വഴിക്ക്. പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ ഇവിടെ അല്ലേ. വല്ലപ്പോഴും എങ്കിലും കയറിയില്ലെങ്കിൽ വഴി മറന്നു പോകും. പ്രായമായി വരികയില്ല. ശരിയാ, വല്ലപ്പോഴും ഒക്കെ പഴയ സ്കൂളിൽ വരേണ്ടത് തന്നെയാണ്. എനിക്ക് അനന്തമാഷിനൊന്ന് കാണണമായിരുന്നു. ആ, അനന്തമാഷ് വരുന്നുണ്ട്. നമസ്കാരം ടീച്ചർ. ഫീസ് തരാത്തോണ്ട് മാഷിക്കുട്ടി ഇറക്കി വിട്ടു എന്ന് പറയുന്നു. അത് പിന്നെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതുകൊണ്ടാ. കഴിഞ്ഞതുകൊണ്ട് എളുപ്പമാർഗം സ്വീകരിച്ചു. അല്ല, അനന്തമാഷ് മരിച്ചുപോയ കൊച്ചീഷ മാഷിന്റെ മോനല്ലേ? അതെ. ഏതായാലും കൊച്ചീഷ മാഷിന്റെ സ്വഭാവമൊന്നും മോന് കിട്ടിയില്ലാന്ന് തോന്നുന്നു. കൊച്ചീഷ മാഷ് ഇവിടുത്തുകാർക്ക് ദൈവമായിരുന്നു. ഇന്ന് ഇവിടെ കാണുന്ന പല പ്രമുഖരുടെയും ഉയർച്ചയിൽ കൊച്ചീഷ മാഷിനുണ്ടായിരുന്ന പങ്ക് വളരെ വലുതാണ്. മാഷ് ഫീസ് കൊടുത്ത് പഠിപ്പിച്ചവരുടെ എണ്ണം തിട്ടപ്പെടുത്താനാവില്ല. ഇതാ മാഷ് കുട്ടിയുടെ ഫീസ്. വേണ്ട ടീച്ചറെ, ഞാൻ അടച്ചോളാം. ഇതുവരെ അടച്ചില്ലല്ലോ. ഇത് വാങ്ങും. നീ ക്ലാസ്സിൽ പോയിക്കോ. പിള്ളേരില്ലെന്ന് പറഞ്ഞു പള്ളിക്കൂടം പൂട്ടുന്ന കാലമല്ലേ. ഈ പള്ളിക്കൂടം പൂട്ടിയാൽ കുറെ എണ്ണത്തിന് എഴുത്തും വായന ഇല്ലാതെയാവും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ മാഷന്മാരുടെ സഹായവും വേണം. എന്താ രാജപ്പ ഓടിത്തളർന്ന മട്ടുണ്ടല്ലോ. പണിസ്ഥലത്തുനിന്ന് ഇന്നലെ വരാൻ പറ്റിയില്ല. മോന് ഫീസ് കൊടുക്കേണ്ട അവസാന ദിവസം എന്ന് അത് കൊടുക്കാൻ വേണ്ടി വന്നതാ. കുട്ടികളുടെ കാര്യത്തിൽ വീട്ടിലിരിക്കുന്നവർക്ക് ശ്രദ്ധ വേണം. സമയത്തിന് ഫീസ് കൊടുത്ത് അയക്കുന്ന കാര്യത്തിലും അവരുടെ പഠിത്ത കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് രക്ഷകർത്താക്കളുടെ ചുമതലയാണ്. അവന്റെ ഫീസ് ഞാൻ കൊടുത്തു. നീ വാ, നീ കുളിച്ച് കുട്ടപ്പനായിട്ട് നടന്നാ പോരാ. കുട്ടികളുടെ കാര്യവും നോക്കണം. കുട്ടികളെ പ്രയാസപ്പെടുത്തരുത്. സമയത്തിന് ഫീസ് കൊടുത്തില്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും. ഇറക്കി വിട്ട പ്രയാസപ്പെടുന്നത് കുട്ടികളുടെ മനസ്സാ. ഫീസിന്റെ കാര്യം അവൻ എന്നോട് പറയാമായിരുന്നില്ലേ? അത് പിന്നെ പഴയ കണക്കിൽ തന്നെ ഒരുപാട് ബാക്കിയുണ്ട്. നീ മാത്രമല്ല, ഈ നാട്ടിൽ ഭാനുവതി അമ്മയ്ക്ക് പണം തിരികെ തരാനുള്ളവർ ഒരുപാട് പേരുണ്ട്. അതൊന്നും ഒരിടത്തും ഞാൻ കുറിച്ചു വെച്ചിട്ടില്ല. കിട്ടിയാലുടൻ അവരൊക്കെ കൊണ്ടുതരുമെന്നും എനിക്കറിയാം. പിന്നെ ഹൈസ്കൂൾ തലം വരെയെങ്കിലും ഈ ഗ്രാമത്തിലെ കുട്ടികൾ പഠിക്കണമെന്നാണ് ഭാനുവതി അമ്മയുടെ ആഗ്രഹം. അതിനുവേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. എനിക്ക് തച്ചോട്ടുകാവ് വരെ ഒന്ന് പോകണം. ശരി, രാജപ്പം വയ്ക്കോ. ഞാൻ പതുക്കെ നടക്കാം. എന്താ ഇന്ന് ക്ലാസ് ഇല്ലേ? ഇന്ന് സമരം തന്നെ. എല്ലാ ദിവസവും സമരമാണല്ലോ. പിള്ളേരുടെ കാര്യം കഷ്ടം തന്നെ. പഠിത്തമെന്നല്ല, ജീവിതം തന്നെ തകർക്കയല്ലേ. പാവം കൊച്ചുകുട്ടികളെ മുമ്പിൽ നിർത്തിയ നേതാക്കന്മാരുടെ മുതലെടുപ്പ്. വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും ഇത് വല്ലതും അറിയുന്നുണ്ടോ? നേതാക്കന്മാരുടെ മക്കളും ചെറുമക്കളൊന്നും സർക്കാർ സ്കൂളുകളിലല്ലല്ലോ പഠിക്കുന്നത്. അവര് പഠിക്കുന്നിടത്തൊന്നും സമരവുമില്ല. എന്തിനും പാവപ്പെട്ടവരാണല്ലോ എല്ലാവരും കരുവാക്കുന്നത്. നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി 10 പറയണമെന്നുണ്ട്. നീ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് മനസ്സ് ഉണ്ടാക്കണ്ട. പിന്നെ അടുക്കളയിൽ പണിയൊന്നുമില്ല. നീ ഇവിടെ ഇരുന്ന് പുസ്തകം വല്ലതും മറിച്ചു നോക്ക്. കൂവൽ കേട്ടോ മനസ്സിലായി നീ വന്നെന്ന്.
ഞാനിപ്പോൾ കൃത്യമാണ്. നീ രാജലക്ഷ്മി കണ്ടില്ലല്ലോ. വൈകുന്നേരം ഞങ്ങള് സ്കൂളിൽ നിന്ന് ഒരുമിച്ചാ വന്നത്. എന്തെങ്കിലും കാര്യം കാണും, അല്ലെങ്കിൽ രാജലക്ഷ്മി ചേച്ചി വരാതിരിക്കൂലല്ലോ. ഏതായാലും നമുക്കിന്ന് രാജലക്ഷ്മിയുടെ വീട് വരെ ഒന്ന് പോകാം. ഇന്ന് കവിത ഞാൻ ചൊല്ലാം. ഒരു വാടാത്ത പനിനീർ പൂവിനെ ഓർത്തു ദുഃഖത്താൽ പിളർക്കൊക്കുമായി ഊരു ചുറ്റീരും കളഹംസങ്ങളെ നിങ്ങളെന്നു നിന്നണയുന്നു. 10-ാം നാൾ പലരും കൂടെ പട പറഞ്ഞിറങ്ങി ഞാൻ പല വഴിയും തേടി ഞാൻ പല നാടും കണ്ടു ഞാൻ കുന്നുകൾ പോൽ പിന്തളിഞ്ഞ പുരികളേറെ കണ്ടു ഞങ്ങൾ. കവിതാപാരായണത്തിന് രാജലക്ഷ്മി കണ്ടില്ലല്ലോ. മക്കളെ സമാധാനമായി ജീവിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. സ്കൂളിൽ നിന്ന് രാജലക്ഷ്മി വളരെയധികം സന്തോഷത്തോടെയാണല്ലോ വന്നത്. പക്ഷേ വീട്ടിൽ വന്ന അവക്ക് മൂത്രം ഒഴിക്കാൻ അപ്പുറത്തെ വീട്ടിൽ പോവേണ്ടി വന്നു. പുറമ്പോക്കിലാണെന്നും പറഞ്ഞ് കക്കൂസ് രാവിലെ അവരെ ഇടിച്ചു പൊളിച്ചു. ആരാ പൊളിച്ചത്? ആ പഞ്ചായത്തുകാരാ. അപ്പുറത്തെ ആ ചന്ദ്രൻ നായരോടൊപ്പം പഞ്ചായത്തിലെ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാം ആ കുരുക്കളുടെ വേലയാ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ചോദിച്ചിട്ടേന്റെ കാര്യം. വേണ്ട മക്കളെ, നിങ്ങൾ ആരോടും വഴക്കിനൊന്നും പോവണ്ട. വഴക്കിനൊന്നുമല്ല, കാര്യം എന്താണെന്നറിയാലോ. വാ പോവാം. മെമ്പർ മാമനുണ്ടോ? മെമ്പർ മാമനുണ്ടോ? വാനരപ്പടയോ? വാ, കേറി വാ, വരൂ, വരാൻ. എന്താ എല്ലാവരും കൂടെ ഈ സമയത്ത്? കുട്ടികളെ കാര്യം എന്താന്ന് പറയാ. മെമ്പർ മാമൻ നീതി പാലിക്കുക. മെമ്പർ മാമൻ നീതി പാലിക്കുക. എന്താ? മെമ്പർ മാമൻ നീതി പാലിക്കുക. എന്താ മക്കളെ? എന്താ പ്രശ്നം? മെമ്പർ മാമൻ നീതി പാലിക്കുക. മെമ്പർ മാമൻ നീതി പാലിക്കുക. ഒന്നും മനസ്സിലാകുന്നില്ല. മെമ്പർ മാമൻ നീതി പാലിക്കുക. മെമ്പർ മാമൻ നീതി പാലിക്കുക. എന്താണ് കാര്യമെന്ന് മോനോടൊന്ന് പറയാൻ പറ. നീതി പാലിക്കുക. ഇനി കാര്യം എന്താണെന്ന് പറ. രാജലക്ഷ്മി ചേച്ചിയുടെ കക്കൂസ് പഞ്ചായത്തിനെ കൊണ്ട് പൊളിപ്പിച്ചത് ഈ മെമ്പർ മാമന. അത് പിന്നെ ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. നേരം വെളുത്തോട്ടെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. മെമ്പർ മാമൻ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാനാവും? ടീച്ചറെ പരിഹാരം കാണാൻ പറ്റുമോ? നീതി പാലിക്കുക. ഡേ മാധവ, നീ പോയി ടീച്ചറോടൊന്ന് വരാൻ പറ. മെമ്പർ മാമൻ നീതി പാലിക്കുക. 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 മെമ്പർ മാമൻ നീതി മെമ്പർ മാമൻ നീതി പാലിക്കുക. 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 എന്താ മെമ്പർ മാമൻ രാജലക്ഷ്മി ചേച്ചിയുടെ കക്കൂസ് പൊളിച്ചു. പരീക്ഷയ്ക്ക് 80% കുറഞ്ഞ മാർക്കുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ കൈവക്കണം. എല്ലാവർക്കും 80% കൂടുതൽ മാർക്കുണ്ട് ടീച്ചർ അമ്മൂമ്മ. ഗുരുക്കളെ, നിങ്ങൾ കാണിച്ച ശരിയായില്ല. ടീച്ചറെ, പരാതി വന്നതുകൊണ്ടാ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഈ നിൽക്കുന്നതിൽ ആരെങ്കിലും കക്കൂസ് പൊളിക്കണമെന്ന് പരാതിപ്പെട്ടിട്ടുണ്ടോ? ആ നിൽക്കുന്ന മാധവനാണ് പരാതിയിൽ ആദ്യം ഒപ്പിട്ടത്. എനിക്കൊന്നും അറിയില്ല ടീച്ചറെ, പ്രസിഡന്റ് പറഞ്ഞിട്ടാ ഞാൻ ഒപ്പിട്ടത്. അത് പിന്നെ ഉരുണ്ടുകളി വേണ്ട. പുതിയതൊന്നും പണിയാൻ ഈ പാവങ്ങൾക്ക് കഴിയില്ലെന്ന് ഗുരുക്കൾക്ക് അറിയില്ലേ? ഇടിക്കണമെന്ന് അത്ര വാശി ഉണ്ടായിരുന്നെങ്കിൽ പുതിയതൊന്നും പണിയാനുള്ള സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാമായിരുന്നില്ലേ? പഞ്ചായത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാ ടീച്ചറെ. അതൊന്നും ഇവിടെ പറയണ്ട. വികസനത്തിന്റെ ആസൂത്രണത്തിന്റെ പേരിൽ നടക്കുന്ന കൊള്ളരുതായ്മ ഇവിടെ എല്ലാവർക്കും അറിയാം. മെമ്പറെ, ആവശ്യമില്ലാത്ത പുലിവാൽ ഉണ്ടാക്കി വെച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ. പുതിയതൊരെണ്ണം പഞ്ചായത്ത് ശരിയാക്കി കൊടുക്കുന്നത് വരെ പഴയത് ഉപയോഗിക്കുന്നതിന് നന്നാക്കി കൊടുക്കണം. അത് ശരിയാ. അതിനുള്ള ഏർപ്പാട് ഞാൻ രാവിലെ തന്നെ ചെയ്യാം. പറഞ്ഞ എല്ലാരും കേട്ടല്ലോ. എണീക്ക് മക്കളെ. വരൂ വരൂ വരൂ.
ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ കേക്കില്ല. ആ പാവങ്ങളെ ഉപദ്രവിക്കരുതെന്ന് നല്ലവണ്ണം പറഞ്ഞതല്ലേ. ഇത്രത്തോളം വഷളാകുമെന്ന് ഞാൻ കരുതിയില്ല. ആ വാനരപ്പട ഇതൊക്കെ കണ്ട് വെറുതെ ഇരിക്കുന്നു നിങ്ങൾ വിചാരിച്ചോ? നമുക്കും ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഈ സംഘത്തിൽ പെടുവായിരുന്നു. ആ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ടീച്ചർ സമയത്തെത്തിയതുകൊണ്ട് പ്രശ്നം വഷളായില്ല. ആ വരണം. ഏതായാലും ഇന്ന് അവധി ദിവസമായത് നന്നായി. കൊച്ചുമോക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. അവിടെ അവൾ കൂട്ടിലടച്ച കിളിയെപ്പോലെയല്ലേ. കൊച്ചുമോളുടെ പേര് ആർഷ. ഇപ്പൊ പേരുടെ എളുപ്പമാണല്ലോ. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെറുക്കി വെച്ചാൽ മതിയല്ലോ. എന്താണ് അവൻ കാതിൽ മന്ത്രിച്ചത്? അകത്ത് തിന്നാമല ഉണ്ടോന്നാണ് അവൻ ചോദിച്ചത്. നിന്റെ സ്വഭാവം എനിക്കറിയില്ലേ. അവരും കൂടി ഇങ്ങോട്ട് വന്നോട്ടെ. ഉഷാറായിട്ടൊരു കാപ്പ് കൂടി നടത്താം. പിന്നെ നന്ദിനി എന്തൊക്കെ അകത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, പറയുന്നതെല്ലാം കേട്ടു. ഇവിടെ ഒന്നിനും കുറവരുത്തിയിട്ടില്ല. അകത്ത് എന്തൊക്കെയുണ്ട് ചേച്ചി? ബിനുവേ, നീ ഷാപ്പടി ചുമ്മാൻ്റെ അടുത്ത് വരാൻ പറ. പോ. മനസ്സിലായി. കൊള്ളാം. അതെ, ഈ വഴുതിന്ന കാര്യം ആരടുത്തും പറയണ്ട കേട്ടോ. നല്ല ചേച്ചി. മതി സോപ്പിടാതെ മോൻ പോ. നീ നന്ദിനിയെ സോപ്പിട്ട ലക്ഷണം ഉണ്ടല്ലോടാ. ലഗേജ് ഒക്കെ നിർത്തി വെച്ചോളൂ കേട്ടോ. ആ മക്കളെ, ആ മോളെ, എന്റെ പൊന്നു മക്കളെ, എത്ര നാളായി മക്കളെ. അല്ല, നന്ദിനി ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ചേച്ചിക്ക് അവധിയാണ്. അങ്കിളെ, നന്ദിനി ചേച്ചി ക്ലാസ്സിന് പോയാൽ ആഹാരമൊക്കെ തയ്യാറാക്കി ടീച്ചർ അമ്മയെ കൊണ്ട് പറ്റുമോ? വാ മക്കളെ, വാ. എല്ലാവർക്കും കൊടുക്ക. നിങ്ങൾ ഇരിക്കുന്നില്ലേ? നിങ്ങൾ പിന്നെ കഴിച്ചോളാം. ഞാനിതാ ഉദ്ഘാടനം ചെയ്യണം. വാനരപ്പട ഇത് മുഴുവൻ തീർത്തിട്ടേ പോവാവൂ. ഞങ്ങളിത് തീർത്തിട്ടേ പോകൂ. കഴിക്കും മക്കളെ. നന്ദിനി എല്ലാവർക്കും കൊടുക്ക. ശംഭുവേ, തുള്ളാതെ പതുക്കെ കഴിക്കടാ. നടക്ക്. ഇങ്ങനെ തലക്കേറ്റിരുത്താൻ സ്വന്തം കുട്ടികളൊന്നുമല്ലല്ലോ. നിർത്തേണ്ട അടുത്ത് നിർത്തണം. എന്തൊരധികാര പിള്ളേർക്ക്. മന്ദാകിനി, കുട്ടികൾക്ക് ഈ വീട് സ്വന്തം തന്നെയാ. ഇപ്പോഴല്ലേ ഞാനും നീയും കൊച്ചുമോളൊക്കെ ഇവിടെ എത്തിയുള്ളൂ. ഇത്രയും കാലം ഇവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന അമ്മയ്ക്ക് ഏകാന്തത അനുഭവപ്പെടാതിരുന്നത് കുട്ടികളുള്ളതുകൊണ്ടാ. പിന്നെ ഇവരുടെ കുടുംബ പശ്ചാത്തലമൊന്നും അത്രയ്ക്ക് മോശമൊന്നുമല്ല. ചിലർക്കൊക്കെ പണത്തിന്റെ കുറവുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെയാണ് താമസിക്കാൻ ഭാവമെങ്കിൽ ഈ വീടൊന്ന് വൃത്തിയാക്കണം. പിന്നെ കുറച്ച് ഫർണിച്ചേഴ്സും വാങ്ങണം. എല്ലാം ശരിയാക്കാം. എന്താ അമ്മ ആലോചിച്ചിരിക്കുന്നത്? ഇനി എന്താ ആലോചിക്കാൻ? നീ ഇങ്ങ് വന്നല്ലോ മോനെ. മന്ദാകിനിയുടെ പെരുമാറ്റം